നമ്മൾ ലോകചരിത്രത്തിലെ ഒരു പ്രത്യേകത കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്നു എന്നുള്ളതാണ്. അതിനെ വളരെയധികം ചിരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപക്ഷെ സംഭ്രമിപ്പിക്കുന്നതോ ചിന്തിപ്പിക്കുന്നതോ ഒക്കെ ഒരു വിഷയമാണ്. എൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ കാവൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം. ജനം മുഴുവൻ, മനുഷ്യർ മുഴുവന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും എന്നവൻ പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാവൽ നിൽക്കുന്ന ഒരു കാലം. അത് എത്രയോ ഒരു രസമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ കല്ലറയിൽ ഈ പടയാളികളൊക്കെ നിൽക്കുമ്പോൾ, അവർ പൂട്ടും ചങ്ങലയൊക്കെ ഇട്ട് അവർ ഇതിന് കാവൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവിടേക്ക് വരുന്ന ഈ സ്ത്രീയെ, അതായത് മഗ്ദലന മറിയം എന്ന് പറയുന്ന സ്ത്രീയെ. ആ സ്ത്രീയുടെ പ്രത്യേകത എന്താണ്? ആ സ്ത്രീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അസാധാരണമായ ധീരത കാണിക്കുന്നതാണ്. അവർ രാത്രിയുടെ ഏകാന്തമായ യാമങ്ങളിൽ ഈ ചുറ്റിനും പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന വഴികളിലൂടെ ആ രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്തപ്പെട്ട് അടക്കപ്പെട്ട് കുരിശുമരണം എന്ന് പറയുന്ന ലോകം മുഴുവൻ കുരിശിനെ നിരന്തരമായിട്ട് ഏറ്റവും ഒരു ബീഭത്സ വസ്തുവായിട്ട് കണ്ട് അതിൽ മരണപ്പെട്ട ഒരു വ്യക്തി. നമുക്കറിയാം, വലിയ പ്രമാണിമാർ പോലും പലപ്പോഴും കല്ലറകളുടെ അരികിൽ കൂടെ രാത്രിയിലെങ്കിൽ യാത്ര ചെയ്യത്തില്ല. ഇതൊക്കെ മറന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈ സ്ത്രീ കാണിക്കുന്ന ധൈര്യം, അത് നമ്മുടെ ജീവിതയാത്രയിലെ വലിയൊരു കാഴ്ചപ്പാടാണ്. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട അക്കാലത്ത് യൂതൻ ഒരിക്കലും സ്ത്രീ പറയുന്ന ഒരു പരാമർശം ഒരിക്കലും യൂതൻ അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല. യൂതൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് പലപ്പോഴും സ്ത്രീയുടെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുത്തിരുന്നില്ല. സ്ത്രീ പറഞ്ഞാൽ അതാരും ബഹുമാനിച്ചിരുന്നില്ല. സ്ത്രീ പറയുന്നത് അതിൻ്റെ മുഖതാവിൽ എടുക്കുകയില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവൾ ഈ കല്ലറയുടെ ഇടയിലേക്ക് വന്നത്. ഈ കല്ലറയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വേറൊരു ചിന്ത കൂടെ ഉണ്ട്. യേശുക്രിസ്തു മരിച്ച ആ കല്ലറ എന്ന് പറയുന്ന ഒരു പൂന്തോട്ടത്തിന് നടുക്കിലായിരുന്നു. നമ്മുടെ ജീവിത പൂന്തോട്ടങ്ങളുടെ നടുവിൽ എപ്പോഴും നമ്മളൊരു കല്ലറ കാണണം. അതാ മർത്തിയാ നിന്നിൻ്റെ അന്ത്യത്തെ പറ്റി ഓർക്കുക എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും സുഖമായി ജീവിക്കുമ്പോൾ ഒരു കല്ലറയുടെ സ്വപ്നം നമുക്ക് വേണം. ഇതെല്ലാം കളഞ്ഞിട്ട് പോകേണ്ടതാണ്. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ പോകുമ്പോൾ ഞാൻ എവിടെയായിരിക്കും? ഇങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എല്ലാ പൂന്തോട്ടങ്ങളോടും ചേർന്ന് നമ്മളൊരു കല്ലറ കൂടെ എപ്പോഴും പണിതിരിക്കണം. അപ്പം ഇവിടെ ഈ സ്ത്രീയെ രാവിൻ്റെ യാമളിൽ കടന്നു വരുമ്പോൾ അവളൊരു പക്ഷേ കണ്ണ് നിറഞ്ഞിരുന്നുകൊണ്ടായിരിക്കാം, ഇരുട്ടിൻ്റെ അംശമായിരുന്നുകൊണ്ടായിരിക്കാം അവനെ തോട്ടക്കാരെന്ന് ധരിക്കുന്നു. അവൾ പറയുന്നൊരു വാക്കുണ്ട്, നീ എൻ്റെ നാഥനെ എവിടെ വെച്ചു എന്ന് പറയുക, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എത്രമാത്രം തീക്ഷ്ണമായിട്ട് ആ സ്ത്രീയെ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അക്കാലത്ത് ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു ഭൗതിക ശരീരം കുറേ കഴിയുമ്പോഴത്തേന് ഡീക്കേ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഡീക്കേ ചെയ്തായാലും വേണ്ടുമില്ല, എന്നെ രക്ഷിച്ച എൻ്റെ നാഥനെ എനിക്ക് കൂട്ടിന് വേണം എന്ന് പറയാൻ തക്കവണ്ണം അത്രമാത്രം ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് നമ്മൾ കാണുന്നത്. യാക്കോബ് 4:8 പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഞാൻ എത്രമാത്രം ദൈവത്തോട് ഒട്ടി നിൽക്കുന്നോ അത്രയും കൂടുതൽ ദൈവം എന്നോട് ഒട്ടി നിൽക്കും. അപ്പോൾ ഇവൾക്ക് ആദ്യത്തെ ഒരു കാഴ്ചപ്പാട് കൊടുക്കുകയാണ്. അവളെ വിളിക്കുകയാണ് മറിയം എന്ന് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം, എന്നെ നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. അപ്പോൾ അവൾ പ്രതികരിക്കുന്നതാണ് റബ്ബോനി. അവൾ തിരിച്ചറിയുകയാണ് യേശുക്രിസ്തുവിനെ ആ സ്വരം കേട്ടപ്പോൾ. കാരണം സ്നേഹത്തിൻ്റെ സ്വരത്തിന് മുമ്പിൽ പ്രതിധ്വനിക്കുന്ന ഒന്നായി അവൾ മാറുകയാണ്. അടുത്തായിട്ട് ഈ സന്ദേശം ഈ കർത്താവിൻ്റെ ഒപ്പം നടന്നവർ, കർത്താവ് തിരഞ്ഞെടുത്തവരെ അറിയിക്കുവാൻ ദൈവം നിയോഗിക്കുന്നത് ഈ പാവപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ അവർ ചെന്ന് പറഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും ഓടി അവിടേക്ക് വരുന്നു. വന്നെങ്കിലും അവർ ചെയ്യുന്നത് എന്താണ്? അവരവിടെ വന്നിട്ട് കല്ലറയിലൊക്കെ കയറിയൊക്കെ നോക്കി, അടുത്ത നിമിഷം അവർ സ്ഥലം കാലിയാക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യദ്രോഹിയുടെ കല്ലറയിലാണ് അവിടെ നിൽക്കുന്നത്. അടുത്ത നിമിഷം അവരെ പിടിച്ച് അകത്താക്കിയെങ്കിലോ എന്നുള്ള പേടി കൊണ്ട് ഇത്രയും കാലം കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ രാത്രിയായപ്പോഴത്തേനും അവർ സ്ഥലം വിട്ടു പോവുകയാണ്. പെട്ടെന്ന് അവരവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇവളാകട്ടെ വീണ്ടും അവിടെ നിൽക്കുന്നു. വീണ്ടും അവിടെ നിൽക്കുമ്പോഴാണ് വീണ്ടും അവൾക്ക് കർത്താവിൻ്റെ കാഴ്ചകൾ ലഭിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതയാത്രയിൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എല്ലാം തന്നിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്തയാണ്. നമ്മളോട് വലിയ കാര്യങ്ങളൊന്നും കർത്താവ് ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. കാനായിൽ ഒരു ഇച്ചിരി വെള്ളം കോരി വെക്കാനേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീഞ്ഞാക്കി മാറ്റുന്ന പ്രവൃത്തി ചെയ്യുന്നത് അവനാണ്. അതുപോലെ 5 അപ്പം കൊണ്ടുപോകാനേ പറഞ്ഞിട്ടുള്ളൂ, 5000 ഭക്ഷണമാക്കി മാറ്റുന്നത് അവനാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു കർമ്മങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ ഉത്ഥാന വിളംബരം
നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയണം. അനേകം ജനതയ്ക്ക് ദൈവം ഉയർത്തെഴുന്നേൽപ്പ് കൊടുക്കാനായിട്ടുള്ള കൊച്ചു കൊച്ചു സംഭവങ്ങൾ കൊടുക്കേണ്ടത് നമ്മളൊക്കെയാണ്. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വലിപ്പം, നന്മ എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ കൂടെ വലിയ കാര്യങ്ങളെ ഉത്ഭുതമാക്കുന്ന ഒരു ദൈവ സ്നേഹത്തിലേക്കാണ് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതയാത്രയിൽ നിറഞ്ഞു നിൽപ്പാനും നമ്മുടെ ജീവിതം ദൈവത്തോട് വിലയം പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആലോചിക്കുമ്പോൾ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നടന്നു പോയപ്പോൾ ഞാൻ ഈ പാതയോരത്ത് അനേകം പൂക്കളെ കണ്ടു, മനോഹരമായ പൂക്കൾ. ഇതുവരെ ആ വഴിയോരത്തൂടെ മഴക്കാലത്ത് ഞാൻ പോയിട്ടുണ്ട്, പല കാലഘട്ടങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഈ പൂക്കളെ കണ്ടിട്ടില്ല. പക്ഷേ ആ പൂക്കൾ വീണ്ടും കിളിച്ചു വന്നപ്പോഴാണ് അതികഠിനമായ വറുതിയുടെ നിമിഷത്തിൽ ഒരു തുള്ളി വെള്ളത്തിനായിട്ട് മണ്ണ് നാവ് നീട്ടി ദാഹിക്കുന്ന അവസരത്തിൽ പൊട്ടി മുളച്ചു വരുന്ന മനോഹരമായ പച്ച ഇലകളുടെ നടുവിലെ മഞ്ഞപ്പൂക്കൾ, അല്ലെങ്കിൽ നേർത്ത ഊതനിറമുള്ള പൂക്കൾ, അവയൊക്കെയും വിടർന്നു വന്നു. അവയെ നമ്മൾ ഈസ്റ്റർ ലില്ലികൾ എന്ന് വിളിക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒന്നും അനുകൂലമല്ലാത്ത സമയത്ത് നമ്മളൊക്കെ അവിടെ പൂക്കളായിട്ട് വിരിയുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ദൈവത്തിൻ്റെ സന്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ഈസ്റ്റർ ലില്ലികളാണ്. നമുക്ക് ഈസ്റ്റർ ലില്ലികളോടൊപ്പം പ്രാർത്ഥിക്കാം. ഹാപ്പി ഈസ്റ്റർ ടു എവരിബഡി. എന്റെ പാപം ഏറ്റെടുക്കാൻ